നമ്മൾ ഇന്നിവിടെ വിശകലനത്തിനെടുക്കുന്നത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. ഇപ്പോൾ നേരത്തെ ഇവിടെ ദീദിയെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ ആ സിനിമയും അതുപോലെ സാഹിത്യം, ആബിദ ആണെങ്കിൽ അധ്യാപിക, അതേപോലെ തന്നെ അധ്യാപക സംഘടനാ പ്രവർത്തനം, യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു വ്യവഹാരത്തിൽ സെനറ്റ്, സിൻഡിക്കേറ്റ് തുടങ്ങിയ വ്യവഹാരങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ്. ഇപ്പോൾ ഫെമിനിസം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ പറയാറുണ്ട്, അത് പ്ലൂരലിൽ പറയാറുണ്ട്, അത് സ്ത്രീവാദങ്ങൾ എന്നുള്ള രീതിയിൽ. അത് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് അന്വേഷിക്കുമ്പോൾ മനസ്സിലാക്കും, വിവിധ രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ദീദിയുടെ ഏറ്റവും പുതിയ വർക്ക് എംപ്റ്റി സ്പേസ് എന്നുള്ള, ഞാൻ ആ ഫസ്റ്റ് ടൈറ്റിൽ മാത്രം പറയാം, പിന്നീട് നമുക്ക് വിശദമായി ദീദി തന്നെ സംസാരിക്കും. അത് ഗൈനോ ക്രിറ്റിസിസം ആണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എഴുത്തുകാരിക്ക് തന്നെയാണ്. ഞാൻ പറഞ്ഞത് സ്ത്രീവാദങ്ങൾ എന്ന രീതിയിൽ തന്നെയാണ് കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ അല്ലെങ്കിൽ സാർവദേശീയമായ ഒരു പശ്ചാത്തലത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ അതിൽ ഇൻവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് ആദ്യം ആബിദയോട് സംസാരിക്കാം. അപ്പോൾ സാമൂഹ്യ ജനാധിപത്യവും അതുപോലെ അധികാരത്തിലെ തുല്യതയും എന്ന വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ വിവിധ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ നമുക്ക് സംസാരിക്കാവുന്നതാണ്. ക്ലാസ് അല്ലെങ്കിൽ ജാതി, വംശം, ജെൻഡർ, ഇത്തരം എല്ലാ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെ മുൻനിർത്തിയും ഇക്കാര്യം വിശകലനം ചെയ്യാവുന്നതാണ്. എന്നാൽ നമ്മൾ ഇന്ന് ജെൻഡർ എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന പ്രശ്നത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആബിദയുടെ വ്യത്യസ്ത വ്യവഹാര മണ്ഡലങ്ങളിൽ ഇക്കാര്യത്തെ സംബന്ധിച്ച ആബിദയുടെ കാഴ്ചപ്പാട് വിശദീകരിക്കുന്നു. അതുപോലെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇക്കാര്യത്തെ വിശദീകരിക്കാൻ ആബിദയ്ക്ക് കഴിയും. ആബിദയെ സ്നേഹപൂർവ്വം ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യും. ഹലോ ഓൾ, വോം ഗുഡ് മോർണിംഗ്. നമ്മൾ ജെൻഡർ എന്ന ആസ്പെക്റ്റിലാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്ന് മോഡറേറ്റർ പറഞ്ഞു. നമ്മളെല്ലാവരും, എനിക്ക് തോന്നുന്നത് ഈ സദസ്സിൽ തന്നെ കൂടുതൽ സ്ത്രീകളാണ് എന്നുള്ളത്. അപ്പോൾ ഒരുപാട് പോരാട്ടങ്ങളും അതേപോലെ ചെറുതും വലുതുമായ വിപ്ലവങ്ങളും സംഘടനകളും ഒക്കെ ഫേസ് ചെയ്തുകൊണ്ടാണ് നമ്മളെല്ലാവരും നമ്മുടെ മേഖലയിൽ ഇരിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അൾട്ടിമേറ്റ്ലി ഏതൊരു കാര്യം ഇഷ്യൂ വരുമ്പോഴും ഒരു പെണ്ണ് പറയുമ്പോൾ അത് ഒരു പെണ്ണല്ലേ എന്നുള്ള രീതിയിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ, നമ്മൾ ഈ മറ്റു കാര്യങ്ങളൊക്കെ നോക്കിക്കാണുമ്പോൾ മനസ്സിലാവുന്നത്. അതേസമയം എന്നെ പരിചയപ്പെടുത്തിയത് അധ്യാപക സംഘടനയിലൊക്കെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരുപക്ഷെ ആദ്യകാലത്തൊക്കെ ടു മേക്ക് മൈസെൽഫ് ഹേർഡ് എനിക്ക് കുറച്ച് പ്രയാസപ്പെടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ പിന്നെ ഓർഗാനിക്കായിട്ട് തന്നെ വരാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ജില്ലാ പ്രസിഡൻ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് മത്സരിക്കുമ്പോൾ എൻ്റെ അധ്യാപക സംഘടനയിൽ ഒരിക്കലും ജയിക്കുന്ന സീറ്റല്ല. അപ്പോൾ ഒരു തോൽക്കുന്ന സീറ്റിൽ എന്നെ നിർത്തി എന്ന് പറയാനും പറ്റില്ല. കാരണം രണ്ടാമതാണ്, ആദ്യം ഒരു പുരുഷനോട് ചോദിച്ചിട്ടാണ് രണ്ടാമത് എന്നോട് ചോദിക്കുന്നത്. അതിനുശേഷം വോട്ട് നേടിയതും എൻ്റെ സംഘടനയിലുള്ള ആളുകൾ മാത്രമല്ല എനിക്ക് വോട്ട് ചെയ്തത്, എല്ലാവിധ ആളുകളും. എനിക്ക് തോന്നുന്നത് ഒരു 165 വോട്ട് പുറത്ത് നിന്ന് കിട്ടിയിട്ടാണ് എല്ലാവരെയും റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാളായിട്ട് ഞാൻ സെനറ്റിൽ നിൽക്കുന്നത്. എന്നോട് കോമ്പീറ്റ് ചെയ്യുന്ന ആളുകൾ പുരുഷന്മാരായിരുന്നു, ഒരു ലേഡി ഉണ്ടായിരുന്നു. പക്ഷെ ആദ്യമായിട്ട് ജയിച്ചു കയറിയത് ഞാൻ തന്നെയാണ്. അപ്പം അതെൻ്റെ ഒരു കഴിവുകൊണ്ടാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ മാറ്റം സമൂഹത്തിൽ നടക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ഒരു ഗ്ലാസ് സീലിംഗ് എത്തുമെന്നാണ് പറയപ്പെടാറുള്ളത്. ആ ഗ്ലാസ് സീലിങ്ങിലേക്കൊന്നും ഞാൻ എത്തിയിട്ടില്ല. ആ ഗ്ലാസ് സീലിങ്ങിൽ എത്തി സ്ത്രീകൾ വീണ്ടും താഴോട്ട് തന്നെ വരും എന്ന ഒരു അനുഭവമാണ് പലരും പറഞ്ഞു വച്ചിട്ടുള്ളത്. ഞാൻ കുറേ വർഷം മുമ്പാണ് ജപ്പാനിലേക്ക് യാത്ര ചെയ്തത്. അപ്പോൾ ജെൻഡർ ന്യൂട്രലായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് രാവിലെ 7 മണിക്ക് തന്നെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പുറത്ത് പോയി ജോലി ചെയ്യുന്നതൊക്കെ വളരെ കൗതുകത്തോടു കൂടി നോക്കി നിന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ മെറ്റേണിറ്റി എന്നുള്ള ഒരു ഇതുള്ളതുകൊണ്ട് ഒരുപാട്
ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരു യാത്ര ചെയ്യുമ്പോൾ ഒരു കുട്ടിയെ വാഷ്റൂമിൽ ഇരുത്തിക്കൊണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, അങ്ങനെ ഡയപ്പർ ചേഞ്ച് ചെയ്യാനുള്ള ആണുങ്ങളും പെരാമ്പുലേറ്ററൊക്കെ പ്രാമൊക്കെ യൂസ് ചെയ്ത് കുട്ടികളെ കൊണ്ട് നടക്കുന്ന ഒരു ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഒരു നമുക്ക് തോന്നുന്ന വിസിബിളായിട്ട് തോന്നുന്ന ഒരു പശ്ചാത്തലം കാണാനിടയായി. പക്ഷെ പിന്നീടാണ് എനിക്ക് തോന്നുന്നത് ജപ്പാനിൽ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തേക്ക് അല്ലെങ്കിൽ ലീഡർഷിപ്പിലേക്ക് സ്ത്രീകൾ വരുന്നത് വളരെ കുറവാണ് എന്ന് പറഞ്ഞിട്ട് ജപ്പാനിലെ പ്രധാനമന്ത്രി ഷിൻസോ ആബെ, അദ്ദേഹത്തിൻ്റെ വലിയൊരു പദ്ധതിയാണ് 30% പേരെങ്കിലും ലീഡർഷിപ്പ് റോളിലേക്ക് വരണമെന്ന് പറഞ്ഞ് 2020 പക്ഷെ അദ്ദേഹം മരണപ്പെട്ടു. ഇന്ന് ജപ്പാനിൽ ഒരു വനിതാ പ്രൈം മിനിസ്റ്റർ ഉണ്ട്. അപ്പം എത്രത്തോളം സ്ട്രഗിൾ, നമ്മൾ വിസിബിളായിട്ട് കാണുന്ന കാര്യങ്ങളല്ല ജെൻഡർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് കുറേ കൂടി ഡീപ്പറാണ് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ ഞാൻ പറയേണ്ടി വരും കേരളവും അമേരിക്കയും ഒരുപോലെയാണ് എന്നുള്ളത്. കാരണം ഒരുപാട് പുരോഗമനം നമ്മൾ പറയാറുണ്ട്. പിന്നെ ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മാൻ എന്ന് പറയുമ്പോൾ അതിൽ മാൻ മാത്രമേ ഉള്ളൂ. പിന്നീട് വനിതകളും കറുത്ത വർഗ്ഗക്കാരും ഒക്കെ എങ്ങനെ വന്നു? വൈറ്റ് ഹൗസിൽ ഇപ്പോഴും ഒരു ബ്ലാക്ക് പുരുഷനെത്തി, പക്ഷെ ഒരു ബ്ലാക്ക് ഒരു സ്ത്രീ എത്തിയിട്ടില്ല. വൈറ്റ് വുമൺ ആണെങ്കിൽ പോലും എത്തിയിട്ടില്ല എന്ന യാഥാർത്ഥ്യമുണ്ട്. കേരളത്തിലും അതുപോലെ തന്നെയാണ്. നമുക്കൊരു വനിതാ ലീഡർ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് വളരെ അത്ഭുതത്തോടു കൂടി തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ഷോക്കോട് കൂടി തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരേ സമയം നമ്മൾ ഒരുപാട് പിന്നെ ഈ ഡിസ്കഷൻസ് ഒക്കെ വരുമ്പോഴും പ്രായോഗിക തലത്തിൽ നമുക്ക് എന്തുകൊണ്ടോ അത് ഡീൽ ചെയ്യാൻ കഴിയുന്നില്ല. നമ്മൾ മറ്റ് സ്റ്റേറ്റ്സിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ പോലും അവിടെ ജയലളിത ഉണ്ടായിട്ടുണ്ട്, അതേപോലെ മെഹബൂബ മുഫ്തി കാശ്മീരിൽ ഉണ്ടായിട്ടുണ്ട്, ആസാമിൽ അൻവാറ തൈമൂർ ഉണ്ടായിട്ടുണ്ട്, പിന്നെ ഗോവ, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ബീഹാർ, അങ്ങനെ എല്ലാ ഒരു മുഖ്യമന്ത്രി ആവുക എന്നുള്ളത് അൾട്ടിമേറ്റ് ഗോളൊന്നും അല്ല കേട്ടോ. പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു നമുക്ക് കാണിക്കാനെങ്കിലും ഒരാൾ പോലും ഇല്ല എന്ന ഒരു യാഥാർത്ഥ്യം ഉണ്ട്. അതേസമയം തന്നെ ഈസ്റ്റും വെസ്റ്റും തമ്മിൽ എടുക്കുകയാണെങ്കിൽ ഈസ്റ്റിലാണ് ആദ്യമായിട്ട് വനിതാ ലീഡേഴ്സ് വന്നത്. ഇന്ദിരാഗാന്ധി വന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് സുൽഫിക്കർ അലി ഭൂട്ടോ, അവർക്ക് മകനുണ്ട്, പക്ഷെ അവരവരുടെ മകൾ ബേനസീർ ഭൂട്ടോയോടാണ് പറഞ്ഞത്, ഇഫ് നെഹ്റൂസ് ഡോട്ടർ ക്യാൻ ബിക്കം വൈ കാണ്ട് യു. ഖാലിദ സിയ, താഴെ ശ്രീലങ്കയിൽ ചന്ദ്രിക, കുമാരതുംഗെ, അങ്ങനെ ഒരുപാട് ലീഡേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേസമയം തന്നെ മാർഗരറ്റ് താച്ചർ പോലെയൊക്കെ ഇന്ദിരാഗാന്ധിക്ക് ശേഷമാണ് വന്നത്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഓരോ മേഖലയിലും അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഓരോ സ്പേസിലും ജെൻഡർ ഓരോ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ബ്ലാങ്കറ്റ് ആയിട്ട് നമുക്ക് സോണിയ മാം ആദ്യം തന്നെ പറഞ്ഞു, വി ഹാവ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡീലിംഗ് വിത്ത് ഇറ്റ്, ഡിഫറെൻറ്റ് ഫെമിനിസംസ്. നമ്മുടെ ഓരോരുത്തരുടെയും റിയാലിറ്റി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ സ്പേസിൽ എന്താണോ ഇല്ലാത്തത് അത് നമ്മൾ നേടിയെടുക്കാൻ നോക്കുക എന്നുള്ളതാണ് എനിക്ക് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. പിന്നെ ഇന്ത്യയിൽ ഈ ഒരു സാഹചര്യത്തിൽ ഓക്കെ, ഒന്ന് രണ്ട് കാര്യം കൂടി. നമ്മൾ ജെൻഡറിലേക്ക് മാത്രം അധികാര തുല്യത ഒതുക്കുമ്പോൾ ചർച്ച തീർച്ചയായിട്ടും അതാണ്, അതിൽ ഒതുങ്ങി നിൽക്കാം. പക്ഷെ അതിൽ മാത്രം ഒതുക്കി നിൽക്കുന്നത് ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. പൊളിറ്റിക്കൽ ഡെമോക്രസി എന്ന് പറയുമ്പോൾ ഒരാൾക്കൊരു വോട്ട്. പണ്ട് സ്വത്തുള്ള ആൾക്ക് മാത്രമായിരുന്നു വോട്ട്, ഇന്ന് എല്ലാവർക്കും വോട്ടുണ്ട്. ആ വോട്ട് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്റ്റൊക്കെ വന്ന ഒരു നാട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. അതേപോലെ തന്നെ അംബേദ്കർ ഒരു ക്ലാസ് റൂമിൽ ഒരു ദളിതനായ കുട്ടിക്ക് കൂടെ ഇരിക്കാൻ സാധിക്കാതെ താഴെ ചാക്ക് വിരിച്ചും പിന്നെ പൊതു വാട്ടർ ടാങ്കിൽ നിന്ന് വെള്ളം കുടിക്കാൻ പറ്റാത്ത അംബേദ്കറിന്റെ കഥയൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചരിത്രമാണ് എന്ന് നമുക്ക് പറയാം. പക്ഷെ 2022 രാജസ്ഥാനിൽ ഒരു ദളിതനായ ആൺകുട്ടി ഇന്ദ്ര മെഗ്വാൾ, ആ കുട്ടിക്ക് വെള്ളം കിട്ടാതെ അധ്യാപകന്റെ പാത്രത്തിൽ നിന്ന് വെള്ളം കുടിച്ചതിൻ്റെ പേരിൽ ജാതീയമായി അധിക്ഷേപിക്കപ്പെട്ടു, ഇഞ്ചേർഡായി. ഒരു 7ഓളം ഹോസ്പിറ്റലിൽ പോയി 23 ദിവസം കിടന്ന് അവസാനം ഓഗസ്റ്റ് 13 ആ കുട്ടി മരണപ്പെടുന്നത്. പക്ഷേ നമുക്ക് ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യമാണ്, ഇതൊന്നും നമ്മൾ ആരും അറിയാൻ പാടില്ല. ഇൻ്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ടു. അങ്ങനെ പിന്നെ വാർത്ത അന്ന് ഓഗസ്റ്റ് 15 ആസ് യൂഷ്വൽ നമ്മൾ പത്രം തുറന്നു. ഫസ്റ്റ് പേജിൽ തന്നെ ദ്രൗപദി മുർമു പറയുന്നുണ്ട് നമ്മൾ സ്വാതന്ത്ര്യം ആഘോഷിക്കുകയാണ്, അതുപോലെ തന്നെ പാർട്ടീഷൻ ഹൊറർ കൂടി ആഘോഷിക്കണം, ആചരിക്കണം. ആരാണ് പാർട്ടീഷന് റെസ്പോൺസിബിൾ? ഇന്നത്തെ നെറേറ്റീവ് ഒക്കെ നമുക്കറിയാം. ഇതൊക്കെ നമ്മൾ വളരെ കൺവീനിയൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഈ ബാലൻ മരിച്ചത് ഒരു 6-ാമത്തെയോ 7ാമത്തെയോ പേജിൽ ചെറിയ ഒരു വാർത്ത മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന സങ്കടകരമായ ഒരു കാഴ്ച കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ
അരുന്ധതി റോയ് ഡോക്ടർ ആൻഡ് ദ സെയിൻറ്റിലും പറയുന്നുണ്ട് ഒരു ലേഡിയെക്കുറിച്ച്. അവർ പിന്നെ അംബേദ്കറിൽ നിന്നൊക്കെ ആശയം ഉൾക്കൊണ്ട് അവരൊരു അപ്പർ കാസ്റ്റ് സ്പേസിൽ പോയിട്ട് വീടെടുത്ത് താമസിച്ചു എന്നുള്ളതാണ്. ഇതാണ് അവർ ചെയ്തത്. വളരെ ഓഡേഷ്യസ് ആയിട്ട്, വളരെ ധിക്കാരപരമായിട്ടുള്ള ഈ ഒരു ആക്ട് നമ്മൾ എങ്ങനെ സഹിക്കും എന്നുള്ളതാണ്. അവർക്ക് ഇലക്ട്രിസിറ്റി വിച്ഛേദിക്കപ്പെട്ടു, റോഡിനുള്ള പെർമിഷൻ കൊടുത്തില്ല. അവസാനം അവരുടെ മക്കൾ തന്നെ അവരെ റേപ്പ് ചെയ്ത്, ഫോഴ്സ്ഡ് റേപ്പ്, ആ രീതിയിൽ ജെനിറ്റൽസ് ഒക്കെ മ്യൂട്ടിലേറ്റ് ചെയ്ത് അവരെയും അവരെ മക്കളെയും കൊല്ലപ്പെട്ട രൂപത്തിൽ കണ്ടു. അപ്പോൾ അത് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ്സ് ആക്ട് പോലും ചുമത്താതെ അതൊരു ഓണർ കില്ലിംഗ് ആയിട്ട് മാറി. ഇത് 2006 നടക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്. സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് ഒരുപാട് കാലം പൗരത്വ ഭേദഗതിയൊക്കെ നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതേസമയം തന്നെ ഇതിൽ മതം ഒരു ക്രൈറ്റീരിയ ആവുന്നത് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ 6 മതത്തിലുള്ള നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾക്ക് നമ്മൾ പൗരത്വം കൊടുക്കുക, അതും മുസ്ലിം മെജോറിറ്റി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ നമ്മളെ തൊട്ട് താഴെയുള്ള തമിഴ് വംശജരായിട്ടുള്ള ആളുകൾ ശ്രീലങ്കയിൽ അനുഭവിക്കുന്നത് അവർക്ക് ഇതിന് റൈറ്റ് ഇല്ലേ? അങ്ങനെ മതം ഒരു ക്രൈറ്റീരിയ ആവുന്നു. അതേപോലെ തന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. ഈ 2 ദിവസം മുമ്പ് നമ്മൾ ഒരു സമരം കണ്ടു. ആ സമരത്തിലും വന്നിട്ടുള്ളത് NEP-ക്കെതിരെ. NEP നടന്നു കഴിഞ്ഞു, ഇനി എന്താണ് നടക്കാൻ ബാക്കി? നമ്മൾ PM ശ്രീയിൽ വരെ ഒപ്പിട്ടു. അതേസമയം ഈ NEP മുന്നോട്ട് വെക്കുന്ന ഒരാശയം, വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ആശയം ഏറെക്കുറെയൊക്കെ നടന്നു കഴിഞ്ഞു. പിന്നെ അങ്ങനെ പറയുകയാണെങ്കിൽ ഇനി കൂടുതൽ ചർച്ചകളിലേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഒരു പക്ഷേ ഞാൻ എൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ജെൻഡറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൂടുതൽ ചർച്ചകളിലേക്കൊക്കെ നമുക്ക് കടക്കാം. താങ്ക് യു. ഞാൻ ജെൻഡറിൽ ഒതുങ്ങി നിൽക്കണം എന്നുള്ള അർത്ഥത്തിൽ സൂചിപ്പിച്ചതല്ല. തീർച്ചയായും ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഉമാ ചക്രവർത്തി പറയുന്നത് ബ്രാഹ്മണിക്കൽ പാട്രിയാർക്കി എന്നാണ്. ഒരു വംശീയമായ അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ തീർച്ചയായും റേസ്, ജെൻഡർ ഡിസ്ക്രിമിനേഷനെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കാണാതിരിക്കാൻ നമുക്ക് കഴിയില്ല. ഇപ്പോൾ എന്തായാലും ആബിദ ഇവിടെ സൂചിപ്പിച്ചത്, നമ്മൾ സാധാരണ പറയും ആബിദ ഫാറൂഖി എന്ന സ്ത്രീ. അങ്ങനെയല്ല, ആബിദ ഫാറൂഖി എന്ന അധ്യാപികയുണ്ട്. നേരത്തെ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, ആബിദ ഫാറൂഖി എന്ന സംഘടനയുമായി നടത്തുന്ന സമരങ്ങളുണ്ട്, പരീക്ഷണങ്ങളുണ്ട്. ആബിദ ഫാറൂഖി എന്ന ഗവേഷക അക്കാദമിക് മണ്ഡലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പരീക്ഷകളും ഒക്കെ പ്രധാനം തന്നെയാണ്. അതുകൊണ്ട് തന്മയല്ല, നിരവധി കർത്തൃത്വ പരിണാമങ്ങളിലൂടെയുള്ള സഞ്ചാരമാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടത്. തീർച്ചയായും അങ്ങനെ സാഹിത്യത്തിലും അതുപോലെ സംസ്കാരത്തിലും സിനിമയിലും ഒക്കെ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ദീദിയെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തെക്കുറിച്ച് വളരെ വ്യത്യസ്തമായ നിലപാടുകളുണ്ട്. അക്കാര്യം സംസാരിക്കുന്നതിനായി ദീദിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു 30 കൊല്ലത്തിൽ കൂടുതലായി ഇതേ ക്യാമ്പസിലാണ് പഠിച്ച്. ഞാനിവിടുത്തെ ആ മരത്തിൻ്റെ ചോട്ടിൽ കുറേ ആൺകുട്ടികളിരിക്കും, ബുദ്ധിജീവികളായ ആൺകുട്ടികൾ. അവരോട് കിടപിടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് പെൺകുട്ടികളാരും അവിടെ ഇരിക്കാറില്ല. വലിയ താത്വിക ചർച്ചകൾ, അങ്ങനത്തെ കാര്യങ്ങൾ, സമാന്തര സിനിമയൊന്നും അന്ന് ബാക്കി ആരും കണ്ടിട്ടേ ഇല്ല. പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. അതെ, അല്ല ഞാൻ പറഞ്ഞത്. അപ്പം കോൺവെന്റിൽ നിന്ന് നേരെ വന്ന് നമ്മൾ പെട്ടെന്ന് ആകൃഷ്ടരായി പോയ ഒന്നാണ് ഈ ലെഫ്റ്റ് ഐഡിയോളജി. എല്ലാവരുടെയും ഒരു ഈക്വാലിറ്റി, SFI എല്ലാവരും നമ്മളെ ഹീറോസ് ആയിരിക്കുക. അങ്ങനെയാണ് ഞാൻ ഇവിടേക്ക് കാലെടുത്ത് കുത്തുന്നത്. അതിന്ന് നമ്മൾ അതല്ലാത്തൊരു കാര്യം, അത് ഇൻക്ലൂസീവ് അല്ല എന്ന് എനിക്ക് തോന്നിയത് സ്ത്രീകളെ പറ്റി പറയുമ്പോൾ മാത്രമാണ്. സ്ത്രീകളെ പറ്റി പറയുമ്പം അതിൻ്റെ കൂടെ സംഭവിക്കുന്ന ഒന്നാണ് എന്ന് പറഞ്ഞപ്പോൾ അതങ്ങനെയല്ല, അത് സ്ത്രീകൾക്ക് അതല്ലാത്ത തന്നെ രീതിയിൽ സംസാരിക്കേണ്ടതുണ്ട് എന്ന് തോന്നുകയും, ഇവിടെ അന്ന് സുമംഗലക്കുട്ടി ടീച്ചറാണ് ട്രാൻസ്ഫറായി വന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റ് കേരളത്തിൽ ഉണ്ടാവുമ്പം അതിൻ്റെ കൂടെ ഇവിടെയുള്ള സ്റ്റേജിൽ നമ്മൾ നേരത്തെ തെരുവ് നാടകം ചെയ്ത് നമ്മൾ ഇവിടുത്തെ സ്റ്റേജിലും ആ നാടകം ചെയ്തുകൊണ്ട് സാർ ടീച്ചർ, എൻ്റെ വീട് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അവിടെ നിന്നായിരുന്നു റിഹേഴ്സലൊക്കെ നടത്തുക. ഞങ്ങളിവിടെ വെച്ച് ആ നാടകം ചെയ്ത് ഞാൻ ഏതാണ്ട് എന്തൊക്കെയോ ഒക്കെ നേടി എന്ന മട്ടിൽ ഇറങ്ങിപ്പോയ ഗേറ്റ് ഇന്ന് കടന്നു വരുമ്പോൾ ഞാൻ തിരിച്ചറിയാണ് ഈ
ഇത്ര കൊല്ലത്തിനപ്പുറത്ത് നരച്ച മുടിയായിട്ട് അകത്തേക്ക് കയറുമ്പം ഒന്നും തന്നെ മാറിയിട്ടില്ല എന്നുള്ളത്. അത് ഈ ബിൽഡിംഗ് മാത്രമല്ല, ഇവിടെ കുറേ എടുപ്പുകളൊക്കെ ഉണ്ട്. അതൊക്കെ അറ്റ് ദ ഔട്ട്സെറ്റ് സീമിംഗ്ലി കുറച്ച് മാറി എന്നൊക്കെ നമുക്ക് തോന്നി എന്ന് മാത്രമേ ഉള്ളൂ. ഒരു WCC ഉണ്ടാക്കിയിട്ടുണ്ട്, സ്ത്രീകളുടെ കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്, നമ്മളുടെ സ്പേസിനെ പറ്റി നമ്മൾ കുറച്ചും കൂടി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി അവിടെ തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ അതേ സെയിം സ്ക്വയർ 1-ൽ തന്നെ നിൽക്കുന്നത് പോലെ. ഐ മൈറ്റ് സൗണ്ട് സിനിക്കൽ, പക്ഷെ അതാണ് എൻ്റെ സത്യം എന്ന് ഞാൻ തിരിച്ചറിയുക ആർട്സ് കോളേജിലേക്ക് തിരിച്ച് കയറുമ്പോൾ. ഈ ഡെമോക്രസി എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ നമ്മളെന്നും ആണയിടുന്ന ഒരു കാര്യമാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പേര് പറഞ്ഞിട്ട്. അത് കോൺസ്റ്റിറ്റ്യൂഷൻ ഏർപ്പാടാക്കി തന്ന ഒരു ഇടപാടല്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ വിഷയം വളരെ പ്രസക്തമാണ്. സോഷ്യലി എന്താണ് ഡെമോക്രസി, അത് അധികാരത്തിൽ എങ്ങനെയാണ് എന്ന് പറയുന്നത് ആക്ച്വലി അത് ഭയങ്കര തമ്മിൽ ചേർന്ന് പോകുന്നതും റെസിപ്രോക്കലും ഒന്നെന്താണോ അത് തന്നെ മറ്റേതിലും റിഫ്ലക്റ്റ് ചെയ്യുന്നതും ഒക്കെ ആയതുകൊണ്ടാണ് നമുക്ക് ഇത് ഒരു യാദൃശ്ചികതയല്ല. ഇത് ഈ പഠിച്ച സ്ത്രീകളുള്ള കേരളത്തിൽ, പ്രോഗ്രസീവ് ഔട്ട്ലുക്കുള്ള കേരളത്തിൽ എന്തുകൊണ്ട് ഒരു സ്ത്രീ ചീഫ് മിനിസ്റ്റർ ആയില്ല എന്നുള്ളത് വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. ഈക്വലി പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. അത് അധികാരത്തിൻ്റെ കാര്യമാണ്. അതേപോലെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് എത്ര സ്ത്രീകൾ പോലീസുകാരുടെ ഇടയിലുണ്ട്, എത്ര പേരാണ് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്ന സ്ഥലത്തുള്ളത്. എന്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ ഒരു റിപ്പോർട്ടിന് പുറത്തു വരാൻ പറ്റാതിരുന്നത്? ആരാണത് തീരുമാനിച്ചത്? ഈ സ്ത്രീകളെ പറ്റി, സ്ത്രീകൾ ജോലി സ്ഥലത്ത് നേരിടുന്ന അവസ്ഥയെപ്പറ്റി പഠിക്കാൻ നമ്മൾ കൂടി ടാക്സ് കൊടുത്തുണ്ടാക്കിയ ഒരു കമ്മിറ്റി അത് പഠിച്ചു കഴിഞ്ഞിട്ട് ആ റിപ്പോർട്ട് വരേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത് ജനാധിപത്യം ഇല്ലാത്തത് കൊണ്ടാണ്. ജനാധിപത്യം അധികാരത്തിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അക്കൗണ്ടബിൾ ആണ് എന്നാണ് അർത്ഥം. നമ്മൾ ഓരോരുത്തരും, ഞാൻ ഡെമോക്രാറ്റിക് ആണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ അക്കൗണ്ടബിൾ ആണ്, ഞാൻ പറയേണ്ട കാര്യങ്ങളുണ്ട്, ഞാൻ പല കാര്യത്തിനും ഞാൻ ഉത്തരം പറയേണ്ടതുണ്ട്. അല്ലാതെ ഞാനത് തീരുമാനിക്കും പീരിയഡ് എന്നല്ല. തീരുമാനിക്കുന്നതിൻ്റെ കാരണവും ഞാൻ അക്കൗണ്ടബിൾ ആണ് എന്നുകൂടി ചേർക്കുമ്പോഴാണ് നമ്മൾ എത്ര ഡെമോക്രാറ്റിക് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. നമ്മൾ പറയാ തീരുമാനിക്കുകയാണ്. സിനിമയിൽ ആണുങ്ങൾക്കാണ് കൂടുതൽ പൈസ കിട്ടുക എന്ന് വെച്ചാൽ സൂപ്പർ സ്റ്റാർസിന് കൂടുതൽ പണം വാങ്ങിക്കാൻ പറ്റും, കാരണം മാർക്കറ്റ് അങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ അങ്ങോട്ട് തീരുമാനിക്കുകയാണ്. ഇവിടെയുള്ള നമുക്കറിയാം മാർക്കറ്റിനെ പറ്റിയൊക്കെ നമുക്ക് പഠിക്കാനൊക്കെ ഉണ്ട്. പക്ഷെ ഏറ്റവും സിമ്പിളായിട്ട് എന്തുകൊണ്ട് സിനിമ പറയുന്നു എന്ന് വെച്ചാൽ, നമുക്കറിയാവുന്ന പോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നടത്തിയ ഒരു ഏർപ്പാടല്ല, ഒരു അറേഞ്ച്മെന്റ് അല്ല നമ്മളെ സംബന്ധിച്ച് ഡെമോക്രസി. അത് നമ്മളെ സോഷ്യൽ ഫാബ്രിക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരസ്പര ബന്ധത്തിൽ അതിനെ ആശ്രയിച്ചാണ് ഡെമോക്രസി എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു, അതെങ്ങനെ അധികാര പദവികളിൽ നിലനിന്ന് പോകുന്നു എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും റെസിപ്രോക്കലായിട്ട് പോകേണ്ടതാണ്. അതിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. അതിലെ നമ്മളുടെ കൾച്ചറൽ ആക്ടിവിറ്റിയാണ് സിനിമയാണ് ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ എന്നതുകൊണ്ട് സിനിമയിൽ ഇന്ന് ഏറ്റവും വലുതായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം ഇവിടെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഏറ്റവും സിമ്പിളായിട്ട് എല്ലാവരും വിചാരിക്കുകയാണ് മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒക്കെ കൊടുക്കുന്ന പണമൊന്നും അതേപോലെ വേഷം ചെയ്യുന്ന സ്ത്രീകൾക്ക് കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നതിന് ഒരു ചോദ്യം അക്കൗണ്ടബിൾ എവിടെയാന്ന് വെച്ചാൽ, ഞാനൊരു ജോലിക്ക് പോകുമ്പോൾ എനിക്ക് മമ്മൂട്ടിയുടെ റെമ്യൂണറേഷൻ വേണം എന്നല്ല പറയുന്നത്, എനിക്ക് എത്ര റെമ്യൂണറേഷൻ തരും എന്ന് പറയാനുള്ള ബാധ്യത പോലും ഇൻഡസ്ട്രിയുടെ നേരത്തെ പറഞ്ഞ അധികാരത്തിലിരിക്കുന്ന ആർക്കും അവർ അക്കൗണ്ടബിൾ അല്ല എന്ന് പറയുന്നത് കൊണ്ടാണ് സിനിമ ഒട്ടുമേ ഡെമോക്രാറ്റിക് അല്ലാത്ത ഒരു സ്പേസ് ആവുന്നത്. അത് ഒരു സ്ത്രീക്ക് കിട്ടേണ്ട റെമ്യൂണറേഷൻ മറ്റേതിന് ഈക്വൽ ആയിരിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം എന്നാണ്. എനിക്കറിയാം എനിക്ക് ഇതിൽ 100 രൂപയാണ് എൻ്റെ റെമ്യൂണറേഷൻ, വേണമെങ്കിൽ കോപ്പറേറ്റ് ചെയ്താൽ മതിയല്ലോ, പക്ഷെ അത് ട്രാൻസ്പെറൻ്റ് പോലും ആവേണ്ടതില്ല എന്നും അത് നമുക്ക് മേലെ അതങ്ങനെ അടിച്ചേൽപ്പിച്ചിരിക്കുക. അത് ഹെജിമോണിക്കാണ്, നമ്മൾ ചോദിക്കുന്നൊന്നുമില്ല ആരോടും, നമ്മൾ തന്നെ അതിൻ്റെ ന്യായീകരണം നമ്മൾ തന്നെ കണ്ടെത്തുകയാണ്. മാർക്കറ്റ് ആർക്കാണ്, അവർക്ക് കൂടുതൽ പണം ഉണ്ടല്ലോ നാച്ചുറലി എന്ന് നമ്മൾ കണ്ടെത്തുകയാണ്. മാർക്കറ്റിനനുസരിച്ച് ചെയ്യാം, അത് അതേപോലെ പ്രൊപ്പോർഷനറ്റ്ലി ഡിവൈഡ് ചെയ്യാം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം, കുടിവെള്ളമില്ലാത്ത, ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ലാത്ത, ഏറ്റവും മിനിമമായിട്ട് നിർവഹിക്കേണ്ട ഒന്നും ഒരു സെറ്റിൽ നടക്കുന്നില്ല എങ്കിൽ ആരെയാണ് ബ്ലെയിം ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ നമ്മൾ അറിയേണ്ടത് ആ ബജറ്റിൻ്റെ ട്രാൻസ്പെറൻസി ഇല്ലായ്മയാണ്.
അത് സമ്പൂർണ്ണമായിട്ടുള്ള ജനാധിപത്യത്തിൻ്റെ നിഷേധമാണ്. അത് ഓപ്പൺ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പം നമുക്ക് തീരുമാനിക്കാം ഇതിൻ്റെ എത്ര ശതമാനമാണ് ഇതിലെ സൂപ്പർ സ്റ്റാർസ് അവരുടെ റെമ്യൂണറേഷനായിട്ട് വാങ്ങുന്നത്, എത്ര ശതമാനമാണ് നേരത്തെ പറഞ്ഞ പ്രാഥമിക ആവശ്യങ്ങൾക്കായിട്ട് ഒരു പ്രൊഡക്ഷൻ ഹൗസ് മാറ്റിവെക്കുന്നത്. ട്രാൻസ്പെറൻസി ഇല്ലാതെ ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അത് ഡെമോക്രാറ്റിക് അല്ല. അങ്ങനെയുള്ള സിനിമകളും അപ്പോൾ അവിടുന്ന് കൊടുക്കുന്ന സ്ത്രീകൾക്ക് കൊടുക്കുന്ന വേഷങ്ങൾ എന്തായിരിക്കും? അതും നേരത്തെ പറഞ്ഞ പോലെ മ്യൂച്വലും നേരത്തെ റെസിപ്രോക്കലുമാണ്. അവിടുന്ന് അത്ര ചെയ്താൽ മതി. ഒരു സ്ത്രീയെ അയാളുടെ ഇംഗിതത്തിന് വഴങ്ങുന്നില്ല എങ്കിൽ അടിക്കാം, അവരെ റേപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് കൊട്ടേഷൻ കൊടുക്കാം. അതൊക്കെ റേപ്പ് ചെയ്യാൻ കൊട്ടേഷൻ കൊടുക്കാം, കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കാം. അതൊക്കെ സംഭവിക്കുന്നത് അതിൻ്റെ പുറത്തും, മീനിങ് എക്സ്ട്രാ ടെക്സ്റ്റലായിട്ട് ഈ ടെക്സ്റ്റിൽ കാണുന്നതല്ലാത്ത എല്ലാ എലിമെൻറ്റുകളും കൂടെ കൂടിയിട്ടാണ് നമ്മൾ ഈ അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ള ബിറ്റർ പില്ലിനെ വളരെ സൗകര്യപൂർവ്വം നമ്മൾ വിഴുങ്ങുന്നതും നമ്മളത് കൊണ്ട് നടക്കുന്നതും. നമ്മൾ ചോദിക്കണം, എന്തുകൊണ്ടാണ് എത്ര സ്ത്രീകളുടെ സംഘടന എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ കൂടെ ഉണ്ട്, എന്തുകൊണ്ടാണ് അവർക്കൊരു പൊളിറ്റിക്കൽ വില്ലില്ലാതെ പോകുന്നത്? ഞങ്ങളുടെ കൂട്ടത്തിൽ ഇത്ര അധികം, നമ്മൾ അറിയേണ്ടത് കേരളത്തിൽ 52% സ്ത്രീകൾ ഉണ്ടായിട്ട് പ്രപ്പോർഷണറ്റ് ആയിട്ടാണോ ഇവിടെ അസംബ്ലിയിലും പാർലമെന്റിലല്ല അസംബ്ലിയിലും മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ സ്ത്രീകളുടെ റെപ്രസെൻറ്റേഷൻ ഈക്വൽ ആണോ? അതിന് എന്താ പറയുക, അതിന് കൃത്യമായിട്ടുള്ള പ്രതിനിധാനം സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് സ്ത്രീകളുണ്ടോ? അത്രയും ഉണ്ടെങ്കിൽ, ഇല്ല എങ്കിൽ അത് ചോദ്യം ചെയ്യേണ്ടത് ആരാണ്? എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെയും വനിതാ വിങ്ങുകൾ എന്തുകൊണ്ടാണ് ഒരു വിമത സ്വരം പോലും ഇതുവരെ ഉയർത്താത്ത? വലിയേട്ടന്മാർ പറഞ്ഞത് തലയാട്ടിക്കൊണ്ട് കേൾക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ സമ്പൂർണ്ണമായും അൺഡെമോക്രാറ്റിക് ആയിരിക്കുകയും ജനാധിപത്യം എന്ന് പറയുന്ന ജനത്തിൽ നമ്മളില്ല. ഇത് ജെൻഡർ സ്പെസിഫിക് ആയിട്ട് പറയല്ല. ഇതിൻ്റെ പ്രാതിനിധ്യം ഒരു നിലയ്ക്കും എത്ര ദളിത് റെപ്രസെൻറ്റേഷൻ ഉണ്ട്, എത്ര, ഞാൻ സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഏറ്റവും ആദ്യം ഫീൽ ചെയ്യുന്നത് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്കായതുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എത്രയാണ് ട്രാൻസ് കമ്മ്യൂണിറ്റിയെ ഏതെങ്കിലും നിലയ്ക്ക് എക്നോളജ് പോലും ചെയ്യുന്നുണ്ടോ നമ്മളുടെ സിസ്റ്റം? അവരും ഒന്നും ഈ പറഞ്ഞ ജനത്തിൻ്റെ ആധിപത്യത്തിൽ, ജനത്തിൽ വരില്ലേ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ അവരവരോട് തന്നെ ചോദിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ദീദി പറഞ്ഞ കാര്യങ്ങളോട് ചില കാര്യങ്ങൾ ചേർത്ത് വയ്ക്കാം. അപ്പം ഞാൻ പഠിച്ച ക്യാമ്പസിലല്ല ഞാൻ പഠിപ്പിക്കുന്നത് എന്നതാണ് എൻ്റെ അനുഭവം. നേരത്തെ പറഞ്ഞ പൗരുഷങ്ങൾ ചർച്ചയിൽ ഏർപ്പെടുന്നതൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി പെൺകൂട്ടങ്ങൾ ധൈഷണിക എന്ന് പറയാവുന്ന രീതിയിൽ തന്നെ ഇടപെടുന്ന പെൺകുട്ടികൾ, നാടകം കളിക്കുന്ന പെൺകുട്ടികൾ, പാട്ടുപാടുന്ന പെൺകുട്ടികൾ, ചെയർപേഴ്സൺ എന്ന പേരിൽ ധാരാളം പെൺകുട്ടികൾ കടന്നു വരുന്നു. അങ്ങനെ ഒരു ക്യാമ്പസ് അനുഭവം ഉണ്ട് എന്നത് നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. തീർച്ചയായും പ്രാതിനിധ്യത്തിൻ്റെ രാഷ്ട്രീയം വളരെ പ്രധാനമാണ്. ഇന്ത്യൻ പശ്ചാത്തലത്തെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനാപരമായ അവകാശങ്ങൾ പോലും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ സാഹചര്യത്തിൽ കേരളം എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുകൂടി ഞാനിതിൽ കൂട്ടിച്ചേർക്കുന്നു. മാത്രമല്ല, ഈ സംഘടനാ തലപ്പത്തുള്ള വലിയേട്ടന്മാരെയോ വലിയമ്മാമന്മാരെയോ വലിയച്ഛന്മാരെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് ആബിദ ഫാറൂഖിയെ പോലുള്ള ഒരാൾ സെനറ്റിലേക്ക് മത്സരിക്കുന്നത്. അവരുടെ ഇപ്പൊ ഞാനായാലും നിരന്തരമായി മാൻമെയ്ഡ് ലാംഗ്വേജ് എന്നാളാണ്. അത് തിരുത്തുക തന്നെ വേണം. മനുഷ്യൻ, ഇപ്പൊ നമ്മൾ പറയും അവരവരുടെ എന്ന് നമ്മൾ പറയും, അവനവന്റെ എന്ന് തന്നെയാണ് ഇപ്പോഴും ആളുകൾ പറയുക. അപ്പൊ നമുക്ക് അയ്യോ അവനവൻ്റെതല്ല, അവളുടേത് തന്നെയാണ്, അല്ലെങ്കിൽ അവരവരുടേതാണ് എന്നുള്ള ഒരു തിരുത്തൽ ബോധം നിരന്തരം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമമുണ്ട്. എങ്ങനെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നു, അതിൻ്റെ പിന്നിലുള്ള ദീദിയെ പോലുള്ള ആളുകളുടെ ഊർജത്തെ ഞാൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. തീർച്ചയായും ഇക്കാര്യം ചർച്ച ചെയ്യുമ്പോൾ പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ, വ്യക്തിപരമായതെല്ലാം രാഷ്ട്രീയമാണ്. നമ്മുടെ നിൽപ്പ്, നമ്മുടെ നടപ്പ്, കുടുംബം, ദാമ്പത്യം തുടങ്ങിയ എല്ലാ വ്യവഹാരങ്ങളെയും പ്രശ്നവൽക്കരിച്ചുകൊണ്ട് തന്നെ
കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇക്കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. വ്യക്തിപരമായ എല്ലാ അനുഭവങ്ങളും രാഷ്ട്രീയമാണ് എന്നത് വളരെ പ്രധാനമാണ്. ഇക്കാര്യത്തെ മുൻനിർത്തിക്കൊണ്ട് ആബിദ ഫാറൂഖി സംസാരിക്കുമെന്ന് ദീദി പറഞ്ഞെടുത്ത് നിന്ന് തന്നെ തുടങ്ങാം. ഈ ഒരു WCCയുടെ പ്രവർത്തനവും ദീദിയെ പോലെയുള്ള ഒരുപാട് ആളുകളുടെ ഇടപെടലൊക്കെ വളരെ ഒരു ആരാധനയോടുകൂടിയാണ് നമ്മൾ നോക്കി നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ഒരു ഭാവനയുടെ വാക്കുപയോഗിക്കുന്നില്ല, അതിജീവിതയുടെ ആ ഒരു പിന്നെ വേർഡിക്റ്റ് വന്ന സമയത്ത് അമ്മയുടെ ചെയർപേഴ്സൺ വനിതയാണ്. അവർ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത്, ഞാൻ ആ വേർഡിക്റ്റ് വളരെ വലുതാണ്, ഞാനത് വായിച്ചിട്ടില്ല, എന്തായാലും അവർക്ക് നീതി കിട്ടി എന്നാണ്. അപ്പോൾ വളരെ പരിഹാസ്യമായിട്ട് ഒരു സ്ത്രീ ആ ഒരു പദവിയിലിരുന്ന്, 2 സ്ത്രീകളാണ്, എന്നിട്ട് പോലും മാറ്റങ്ങളില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം അധികാരം എന്ന് പറയുന്നത് നമുക്ക് നോമിനലായിട്ട് പൊസിഷൻസ് കിട്ടിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ പിന്നെ അത്തരം കാര്യങ്ങളെ അതിൻ്റെ മെറിറ്റിൽ അഡ്രസ്സ് ചെയ്യാൻ എത്ര നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. നേരത്തെ സോണിയ മാം പറഞ്ഞ പോലെ തന്നെ സെനറ്റ് ഇലക്ഷനിലെ ജയം എന്ന് പറയുമ്പോൾ ഒരു സംഘടനയിൽ നിന്നുകൊണ്ട് ആ സംഘടനയിൽ വോട്ട് മാത്രം കിട്ടി ജയിക്കുന്നതും അല്ലാതെ കിട്ടുന്നതും രണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓഫ് കോഴ്സ് വി ആർ ഫോർ ഓൾ, ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും ഉള്ളതാണ്. എന്നാലും മറ്റ് ഒരു ജനറൽ വോട്ട് ഇത്രയും കിട്ടുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം എത്രയോ കൂടുതലാണ് എന്നാണ് എൻ്റെ ഒരു തോന്നലുള്ളത്. സോ വി സ്റ്റാൻഡ് ഫോർ ഓൾ എന്ന് പലപ്പോഴും പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായും പരിമിതികളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് വെൻ എ വുമൺ ഗെറ്റ്സ് ആംഗ്രി, അത് ആക്സെപ്റ്റ് ചെയ്യാൻ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. മാൻസ് ആങ്കർ ഇസ് ഓൾവേസ് വെരി നോർമൽ. നമ്മൾ ആംഗ്രി ആവുന്നത് ഒരു പക്ഷേ പേഴ്സണൽ ഇസ് പൊളിറ്റിക്കൽ എന്നൊക്കെ പറഞ്ഞാലും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ആവണമെന്നില്ല. പക്ഷെ നമ്മുടെ ബോഡി ലാംഗ്വേജും അതൊക്കെ നമ്മൾ ഒരു ദേഷ്യത്തിലൂടെ നമ്മൾ ജനാധിപത്യ രീതിയിൽ പ്രകടിപ്പിക്കുകയാണെങ്കിൽ പോലും അതിന് കിട്ടുന്ന റെസ്പോൺസ് ഇപ്പോഴും മറ്റൊന്നാണ് എന്നാണ് എൻ്റെ ഒരു അനുഭവം. അപ്പോൾ അത് കഴിഞ്ഞാലും എല്ലാവരും ചോദിക്കും, ഇന്ന് എന്താണ് നല്ല ഫോമിലായിരുന്നല്ലോ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഫോമിലാണ് പിന്നെ പ്രതികരിക്കാറുള്ളത്. കാരണം വിഷയങ്ങളാണ്, ഇറ്റ്സ് നത്തിങ് പേഴ്സണൽ. നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങൾ, യൂണിവേഴ്സിറ്റിയുടെ റെഗുലേഷൻസ്, അമെൻമെൻറ്റ്, ഇതൊക്കെ വരുമ്പോൾ ഉണ്ടാവുന്ന ചില കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഒരു സ്റ്റേജ് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ നമ്മളൊക്കെ വളരെ നമ്മുടെ എല്ലാ ഊർജവും എല്ലാ വികാരങ്ങളും ഒക്കെ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ പ്രതികരിക്കുക. പക്ഷെ ആ പ്രതികരണത്തിന് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു പുരുഷന് കിട്ടുന്ന ഒരു പിന്നെ സ്പേസ് നമുക്ക് ഇനിയും ഉണ്ടോ? ഐ മീൻ വി ഹാവ് ടു ബി ടു വുമൺലി വെൻ വി റിയാക്ട് എന്നുള്ളൊരു കാര്യമുണ്ട്. ദീദിയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കാണുമ്പോൾ എനിക്ക് വളരെ ബാലൻസ്ഡ് ആയിട്ട് ആ ഇൻ്റർവ്യൂ ആണ് ഞാൻ പുസ്തകം വായിച്ചിട്ടില്ല, പക്ഷേ ഇൻ്റർവ്യൂ ഐ ഹാവ് നോൺ ഹെർ ഫോർ എ വെരി ലോങ് ടൈം. പക്ഷെ അത് ദ വേ ഷീ ആർട്ടിക്കുലേറ്റഡ്, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എല്ലാ അധികാരത്തിനോടും എത്ര പേർക്ക് കഴിയും MT വാസുദേവൻ എന്ന് വിളിക്കാൻ? ഐ മീൻ നായർ എന്നുള്ള ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദാറ്റ് പേഴ്സൺ, എനിബഡി. നമ്മൾ ആ ഒരു ജാതിപ്പേര് അല്ലെങ്കിൽ ജാതിയിലൂടെ നമ്മൾ ഭയങ്കരമായിട്ട് ജാതിക്കെതിരെയാണ് അല്ലെങ്കിൽ പിന്നെ ജെൻഡർ ഇക്വാളിറ്റിക്ക് വേണ്ടിയാണ് സംസാരിക്കുമ്പോൾ എന്നൊക്കെ പറയുമ്പോഴും എല്ലാ സ്പേസിലും ഇതുണ്ട്. ഞാനിപ്പോൾ ലാസ്റ്റ് വായിച്ചൊരു പുസ്തകം SK ബിശ്വാസ് എഴുതിയ 9 Decades ഓഫ് മാർക്സിസം ഇൻ ദ ലാൻഡ് ഓഫ് ബ്രാഹ്മിനിസം, ബംഗാളിൻ്റെ ഒരു സാഹചര്യത്തിലാണ് എഴുതിയിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം ഒരു ദളിതനാണ്, IAS ഓഫീസറാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, നമ്മൾ പലപ്പോഴും പ്രോഗ്രസീവായിട്ടുള്ള സ്പേസസിൽ പോലും ലീഡേഴ്സായിട്ട് വരുന്നത് ഒരു നല്ല ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളാണ്. അദ്ദേഹം MN റോയിയെ കുറിച്ച് പറയുന്നു. EMSനെ അത്രത്തോളം എക്സ്പ്ലോർ ചെയ്യുന്നില്ല, കാരണം അതൊരു ബംഗാൾ ബേസ്ഡ് ആയിട്ടുള്ള ഇതാണ്. പക്ഷെ എത്രത്തോളം ജാതി നമ്മുടെ ഒരു കോൺഷ്യസ്നെസ്സിലുണ്ട്, ജാതിയും മതവും അങ്ങനെ തന്നെയാണ്. ഒരു മുസ്ലിം സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ചില എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്, വാട്ട് ഐ എം എക്സ്പെക്റ്റഡ് ടു സ്പീക്ക് എന്നുള്ളത്. അത് അകത്തും ഉണ്ട് പുറത്തും ഉണ്ട്. അപ്പോൾ ഇതിനെ രണ്ടിനെയും നിരന്തരം നെഗോഷിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിലാണ് നമ്മളെല്ലാവരും. ദീദി പറഞ്ഞത് ഒരു പക്ഷേ ഭയങ്കര പെസിമിസ്റ്റിക് ആയിരിക്കും, കാരണം ദീദി ഹാസ് എവറി റൈറ്റ് ടു സേ ദാറ്റ്. അറ്റ് ദ സെയിം ടൈം ഞാൻ ഒരുപാട് മാറ്റങ്ങൾ കാണുന്നുണ്ട്, പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ പിള്ളേരെ. നിങ്ങളോടൊക്കെ ഇതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. ക്ലാസ് റൂമിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു ഡൊമസ്റ്റിക് സ്പേസിൽ അടുക്കളയിൽ 2 പേരുടെയും ഇടപെടൽ വേണം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ പേഴ്സണൽ ലൈഫിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുതിയ വെഡ്ഡിങ്സ് ഒക്കെ അല്ലെങ്കിൽ പുതിയ പാർട്ട്ണർഷിപ്സ് ഒക്കെ അങ്ങനെയാണ്. തല്ലുമാല എന്നുള്ള സിനിമയിൽ ജീവിത
ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്ന രീതി കണ്ടിട്ടില്ലേ? കുറച്ചു കാലം കമ്പനി അടിക്കാൻ കൂടെ പോരുന്നുണ്ടോ? അപ്പോൾ അവൾ പറയുന്നു നോക്കി നോക്കുക, ഒരു കോൺട്രാക്ട് എന്നുള്ള രീതിയിൽ. മുമ്പത്തെ സിനിമകളിലൊക്കെ ഞാൻ മരിച്ചാൽ തല തല്ലി കരയാനും എൻ്റെ മക്കളെ പെറ്റുപോറ്റാനും നീ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ വളരെ ആവേശത്തോടു കൂടി ചാടി പുറപ്പെടുന്ന നായികയിൽ നിന്നൊക്കെ നമ്മൾ എത്രയോ മാറിയിട്ടുണ്ട്. എന്നാലും നിരന്തരം പോരാട്ടങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ചിലതൊക്കെ വിസിബിളാണ്, ചിലതൊക്കെ വിസിബിൾ അല്ല. ഓൺ എ ഡെയിലി ബേസിസ് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് എപ്പോഴും പറയാറുള്ളത് എവറി ഡേ വി ഡീൽ വിത്ത് പേട്രിയാർക്കി എന്നുള്ളത് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് മീറ്റിംഗ്സിലൊക്കെ ഇരിക്കുമ്പോൾ ആദ്യത്തിൽ നമ്മൾ പറയുന്നത് ഹേർഡ് ആവാൻ കുറച്ചും കൂടെ വോയിസ് റേസ് ചെയ്യാനും ഐ മീൻ ലുക്ക് ഐ ഹാവ് ടു സേ സംതിങ് എന്നിങ്ങനെ അട്രാക്റ്റ് ചെയ്യാനൊക്കെ ഒരു ശ്രമം ഐ ഹാഡ് ടു ഡു ഇറ്റ് വെരി കോൺഷ്യസ്ലി. കാരണം പലപ്പോഴും നമ്മൾ സ്റ്റേജിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അതൊരു ഈസ്തറ്റിക് ഡയമെൻഷനാണ്. ഒരു സ്ത്രീയെ ഇരുത്തുമ്പോൾ നല്ല കാഴ്ചയ്ക്ക് നല്ല രസം ഉണ്ടാവും എന്നതിലല്ലാതെ വാട്ട് ഷി ഹാസ് ടു സ്പീക്ക് എന്നതിലേക്കൊക്കെ പിന്നീട് ഒരുപാട് ഇവോൾവ് ചെയ്ത് വന്നതാണ്. ഇന്ന് എല്ലാ മേഖലയിലുള്ള പെൺകുട്ടികളും വരുന്നുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ ഈ അധികാര സ്പേസസിനെ അതിൻ്റെ യഥാർത്ഥ രീതിയിൽ നോമിനൽ റെപ്രസെൻറ്റേഷൻസ് അല്ലാതെ നമുക്കിപ്പോൾ ഒരു ആദിവാസി മേഖലയിൽ നിന്ന് വന്ന ഒരു പ്രസിഡൻ്റാണ് ഇന്ത്യയിലുള്ളത്. ഐ എം റിയലി പ്രൗഡ് ഓഫ് ദാറ്റ് വാട്ട് എവർ ഷീ റെപ്രസെൻറ്റ്സ്. അറ്റ് ദ സെയിം ടൈം നോമിനൽ റെപ്രസെൻറ്റേഷൻസ് കൊണ്ടും ടോക്കണിസം കൊണ്ടും മാത്രം പോരാ. ജെനുവിൻ ആയിട്ടുള്ള ചേഞ്ച് നമ്മുടെ ആറ്റിറ്റ്യൂഡിലും നമ്മുടെ ലൈഫ് സ്റ്റൈലിലും വേണം. അത് പുതിയ തലമുറയിൽ പ്രത്യേകിച്ച് ജെൻസി കുട്ടികളോടും നമുക്ക് നമ്മുടെ പഴയ കാഴ്ചപ്പാട് വെച്ചിട്ട് ഞാൻ ചിലപ്പോൾ സിനിമയൊക്കെ പഠിപ്പിക്കുമ്പോൾ പഴയ എക്സാമ്പിൾസ് ഒക്കെ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവുകയല്ലേ, ബിക്കോസ് ദേ ആർ ലിവിങ് ഇൻ എ വെർച്വൽ വേൾഡ്. അവിടെയും ജെൻഡറും സെക്സിസവും പിന്നെ റേസിസും ഒക്കെ ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഐ തിങ്ക് ദർ ആർ മെനി പോസിറ്റീവ് തിങ്സ് ദാറ്റ് വി ക്യാൻ ആക്ച്വലി ലുക്ക് അറ്റ് വിത്ത് എ ലോട്ട് ഓഫ് ഹോപ്പ് ആൻഡ് ആസ്പിറേഷൻ ബീങ് എ വുമൺ. ഞാനും അത് തന്നെയാണ് പറയാൻ ശ്രമിച്ചത്. ഇപ്പോൾ ദീദി ഇടപെട്ട ഒരു മണ്ഡലത്തിൽ, ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് പറയാം, ഹീറോയിൻ അല്ലെങ്കിൽ നടി, ഒരു തൊഴിലിടം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാനും ആ ഒരു അവകാശ ബോധത്തെ കുറിച്ചൊക്കെ കൃത്യമായൊരു ബോധ്യം ഉണ്ടാക്കാനും ഈ WCC പോലുള്ള സംഘബോധങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന കവിയൂർ പൊന്നമ്മ സിനിമയിലൊരു അമ്മയാണ്. ആ അമ്മ തന്നെയാണ് തൊഴിലിടത്തിലെ തൊഴിലാളിയായി നിൽക്കുന്നത്. പക്ഷേ ഇന്ന് പല നടിമാര് അവരുടെ അനുഭവങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന അവസരത്തിലുള്ള മാറ്റത്തെ നമുക്ക് സല്യൂട്ട് ചെയ്യാൻ തോന്നുന്നുണ്ട്. അതിന് കാരണമായിട്ടുള്ള ഒരാൾ എന്നുള്ള ഒരു ബഹുമാനം കൂടി ഞാൻ പങ്കുവെക്കുകയാണ്, അതിലൊരു സഹോദരിത്വം കൂടി പങ്കുവെക്കുകയാണ്. ഈ ഒരു മാറ്റം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് സിനിമാ മണ്ഡലത്തിൽ ഞങ്ങളെപ്പോലുള്ള മാറി നിന്ന് നോക്കുന്ന ആളുകൾക്ക് ദൃശ്യമാണ് എന്നുള്ളത്. PK റോസി, അത് നമുക്കറിയാം. നമ്മൾ PK റോസി അവാർഡ് കൊടുക്കുന്നില്ലല്ലോ, JC ഡാനിയൽ അവാർഡല്ലേ കൊടുക്കുന്നത് എന്ന് ചോദിക്കാനുള്ള ഒരു ത്രാണി നമ്മളെ കുട്ടികൾ, നമ്മുടെ അക്കാദമിക് ലോകത്തുള്ള ആളുകൾ നേടിയെടുത്തിട്ടുണ്ട്. ഇതിനെ കൂടി കാണണ്ടേ എന്ന് ചോദിക്കാൻ തോന്നുന്നു. ഞാൻ പറഞ്ഞതിലൊരു തെറ്റിദ്ധരിക്കപ്പെട്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതായത് ഞാൻ പറഞ്ഞ ഔട്ട്സെറ്റ് നമുക്ക് തോന്നും പുതിയ ബിൽഡിങ്ങുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പൊട്ടിപ്പൊളിഞ്ഞ സ്റ്റെപ്പിൻ്റെ മേലെയാണ് സന്തോഷത്തോടു കൂടി ഇരുന്ന് നമ്മൾ നല്ല സമയങ്ങൾ ചിലവഴിച്ചിരുന്നു. അവിടെ നമുക്ക് ഓപ്പൺ സിസ്റ്റം ഭയങ്കര കണ്ണാടിയുടെ വാതിലൊക്കെ കടന്നിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് നാക്വിസിറ്റിലെ അലുമിനായി ആയിട്ട് വരാറുണ്ട്. അപ്പം ഞാൻ ഈ മാറ്റങ്ങളൊക്കെ കാണാറുമുണ്ട്. സോണി പറഞ്ഞില്ല, തിരുത്ത് ചെയർപേഴ്സണൊന്നും അന്നും ഇല്ലായ്ക ഉണ്ടായിട്ടില്ല. ഞാനിവിടെ വന്ന് ജ്വലിച്ച് കത്തുന്ന തീപ്പന്തമായിട്ട് നിൽക്കുന്ന പ്രേമനെ കണ്ടുകൊണ്ടാണ് SFI ആണ് എൻ്റെ അവസാന വാക്കെന്ന് തീരുമാനിച്ചു കളഞ്ഞത്. പ്രത്യേക രീതിയിൽ മുദ്രാവാക്യം വിളിക്കുന്ന പ്രേമ നയിക്കുന്ന SFI ജാഥകൾ കണ്ടിട്ട് കോരിത്തരിച്ച്. ഇപ്പം നിങ്ങൾക്കറിയാം, KK രമേൻ്റെ ചേച്ചിയാണ് പ്രേമ ഇന്ന് നമ്മൾ അസംബ്ലിയിലില്ല, MLA അല്ല, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും അല്ല. അപ്പോൾ എത്ര ചെയർപേഴ്സന്മാർ ഇവിടെ കടന്നുപോയിട്ടുണ്ട്. സ്ത്രീകൾ നാടകം കളിച്ച കാര്യം ഞാൻ പറഞ്ഞല്ലോ, 34 കൊല്ലം മുമ്പേ ഒറ്റാണ് ഞങ്ങൾ ഈ തെരുവിൽ വെച്ചിട്ടും ഇവിടുത്തെ സ്റ്റേജിലും സ്ത്രീകൾ മാത്രമുള്ള അടിമകളല്ലിനി നാം, കേവലം അടിമകളല്ലിനി നാം എന്ന് പറഞ്ഞ നാടകം ഒക്കെ ചെയ്തത്. പക്ഷെ അവിടെ നിന്ന് എത്ര മുന്നോട്ട് നമ്മൾ അഭിമാനത്തോടു കൂടി പറയുന്നുവെന്ന് ആവർത്തിച്ച് പറയുന്ന WCCയുടെ മുഖമായിരുന്ന ഒരാൾ ഇന്നലെ 4 ചാനലിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞത് എൻ്റെ മുൻനിർത്തിക്കൊണ്ട് എനിക്ക് സിനിക്കലല്ലാതിരിക്കാൻ പറ്റില്ല. എനിക്ക് അത് പെസിമിസമല്ല, അതൊരു യാഥാർത്ഥ്യബോധമാണ്. ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ഇറങ്ങുന്ന ഈ ക്യാമ്പസിൽ നിന്നും അതിനുശേഷം എത്ര ശതമാനമാണ് നമ്മളുടെ
തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീ പ്രതിനിധികൾ ഉണ്ടായിട്ടുള്ളത്? ആരാണ് AMMAയുടെ തലപ്പത്തിരിക്കുന്നത്? അവരേത് പേ പാരിറ്റിയെ പറ്റിയാണ് സംസാരിക്കുന്നത്? അവരാര് പറയുന്നതനുസരിച്ചാണ് ഇപ്പം കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് തുടങ്ങിയ എല്ലാ യാഥാർത്ഥ്യബോധവും നമുക്കുണ്ടാവണം. ഇതെല്ലാം മാറിയിരിക്കുന്നു, പേജ് മറിഞ്ഞ പോലെ കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന് വിചാരിച്ചു പോകരുത്, വിചാരിച്ച് വശം കിടരുത്. ഇപ്പോഴത്തെ ജനറേഷനെ പറ്റി എനിക്ക് അതിര് കടന്ന, നേരത്തെ പറഞ്ഞ ഒപ്റ്റിമിസം ഉണ്ട്. കാരണം ദേ ഡോണ്ട് ഷൗട്ട് സ്ലോഗൻസ്, അവർ പ്ലക്കാർഡ് പിടിച്ച് ഉയർത്താറില്ല, അവർ കെയർ ചെയ്യുന്നേയില്ല. നമ്മൾ തേർഡ് വേവ് ഫെമിനിസം പറയുന്ന പോലെ അവരതിനെ അഡ്രസ്സ് ചെയ്യുന്ന പോലുമില്ല. നമ്മൾ ഈ പറഞ്ഞ പഴയ മൂല്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെപ്പറ്റി അവർ അതിനെ അഡ്രസ്സ് ചെയ്യുന്നില്ല. അവർ ജീവിച്ച് കാണിക്കുക ചെയ്യുന്നത്. അവരെന്ത് ഈസി ആയിട്ടാണ് മാരേജ് പോലത്തെ ഒരു സിസ്റ്റത്തിനെ താറുമാറാക്കി കളഞ്ഞത് നമ്മൾ നോക്കുക. 30 വയസ്സ് കഴിഞ്ഞാലും പെൺകുട്ടികൾ പറയാണ് എനിക്ക് കല്യാണം കഴിക്കേണ്ടതില്ല, മറ്റ് സന്തോഷങ്ങൾ എനിക്ക് നിഷേധിക്കപ്പെടും എന്നെനിക്ക് തോന്നുന്നുമില്ല. ഒരു പാർട്ട്ണർഷിപ്പിൽ വേണ്ടതൊക്കെ ഈ പറഞ്ഞ ഈ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള കാര്യത്തിനകത്ത് നിന്നും എനിക്ക് കിട്ടണം എന്നില്ല. അത് ചെറുതല്ലാത്ത പ്രതീക്ഷയാണ് തരുന്നത്. അതിനെ എനാക്കിസം എന്ന് ആരെങ്കിലും വിളിച്ചെങ്കിൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഡിസ്മാൻഡ്ലിംഗ് ഓഫ് ഹൈറാക്കി എന്ന് പറയുന്ന, നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹെജിമോണിക് ആയിട്ടുള്ള സാധനം എത്ര പറഞ്ഞാലും, ഞാൻ എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ ഇന്നും ഞാൻ ഇറങ്ങിപ്പോയ ഒരു ബിൽഡിംഗ് ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടുത്തെ പുതിയ എടുപ്പുകൾ ഞാൻ കാണാഞ്ഞിട്ടല്ല, ആ എടുപ്പുകളിലൊക്കെ അതിൻ്റെ അകത്ത് നിന്ന്, ഉള്ളിൽ നിന്ന് ഒരു കാര്യം മാറേണ്ടതുണ്ട്. നമുക്കറിയാം ഇവിടുത്തെ ക്രൈം റേറ്റ് എത്രയാണ്. ഒരു സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെടുകയോ അവളുടെ മേലെ വേറെ ആരെങ്കിലും കൈവെക്കുകയോ ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുമ്പം അവൾ പോയി റിപ്പോർട്ട് ചെയ്യേണ്ട നമ്പറിൻ്റെ എത്ര കുറവാണ് ആ റിപ്പോർട്ട് സ്വീകരിക്കാനിരിക്കുന്ന വനിതാ പോലീസിൻ്റെ എണ്ണം എന്ന് ചോദിച്ചാൽ, ഇന്ന് PSC കിട്ടി അവിടെ സമരം ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ സോണിയ പറയുന്ന ഉദ്ബുദ്ധരായിട്ടുള്ള സ്ത്രീകൾ, പെൺകുട്ടികൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ സമരം ചെയ്യണ്ടേ? ചുരുങ്ങിയ പക്ഷം ഒരു ഫേസ്ബുക്ക് ക്യാമ്പയിനെങ്കിലും നടത്തണ്ടേ? എന്ത് പറഞ്ഞുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തേണ്ട സമയം അധികരിച്ചല്ലോ. എന്തുകൊണ്ടാണ് 10% താഴെയാണ് വനിതാ പോലീസ് എന്നും അവർക്ക് നേരിട്ട് പ്രൊമോഷൻ സാധ്യമല്ല എന്നും എത്ര പേർക്കറിയാം? അവർക്ക് പറ്റുന്ന, അവർ ചെയ്യേണ്ടി വരുന്നത് അവരെക്കാൾ ജൂനിയറായി ജോയിൻ ചെയ്ത ഒരാളുടെ പ്രൊമോട്ടഡ് പോസ്റ്റിൽ നിൽക്കുന്ന ആളെ സല്യൂട്ട് ചെയ്യാണ് അവർ ചെയ്യേണ്ടത്. അവർക്ക് നേരിട്ട് SI സെലക്ഷന് പോകാം എന്നല്ലാതെ പ്രൊമോഷൻ കിട്ടിയത് മാത്രമല്ല, അവർക്ക് ഒരു പോലീസ് സ്റ്റേഷൻ്റെ തലപ്പത്തിരിക്കണമെങ്കിൽ അത് ഒരു CIക്ക് കീഴിലുള്ള ഒരു സ്റ്റേഷൻ ആയിരിക്കണം എന്നുകൂടെ നമ്മൾ അറിയണം. അതുകൊണ്ട് കാര്യങ്ങൾ അത്ര കണ്ട് മാറി എന്ന് വിചാരിക്കാൻ എനിക്ക് സമയമായിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ ഈ പോളിസി മേക്കിങ്ങിലും ഇതിലേക്ക് നമ്മൾ കോൺക്ലേവ് ഉണ്ടാക്കിയപ്പോഴൊക്കെ രാവും പകലും ഇരുന്നിട്ട് ഇതിൻ്റെ ഓരോ ക്ലോസും ഇരുന്ന് ചർച്ച ചെയ്ത ആളുടെ മേലെയാണ് ഒരു പുരുഷന് ജൂറി മെമ്പർ ആയിരിക്കുമ്പം കൈവെക്കാമെന്ന് തോന്നിയിട്ടുണ്ട് എങ്കിൽ നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? അയാൾക്കറിയാം ഇത് സാധാരണ ഇത് കേട്ട് വഴങ്ങിയും മടക്കി ആരോടും പറയാതെ രഹസ്യമായി വെക്കുന്ന ഒരാളെ മേലെ അല്ല, അയാളെ അല്ല കടന്നു പിടിച്ചത് എന്നറിഞ്ഞുകൊണ്ട് അത്രയ്ക്ക് ധാർഷ്ട്യം കാണിക്കാമെന്ന് പ്രോഗ്രസീവ് ആയിട്ടുള്ള സിനിമകൾ എടുക്കുന്ന, ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സംവിധായകന് തോന്നിയിട്ടുണ്ട് എങ്കിൽ എനിക്ക് WCC എന്തെങ്കിലും അച്ചീവ് ചെയ്തു എന്ന് തോന്നുന്നേ ഇല്ല. തല താഴ്ത്തിക്കൊണ്ട് തന്നെ പറയാണ്, ഇനിയും വലിയ മാറ്റങ്ങൾ, അത് ഉള്ളിൽ നിന്ന് തന്നെ വരേണ്ട മാറ്റങ്ങൾ. ഇന്നത്തെ ന്യൂ ജനറേഷൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം അതാണ്. അവർക്ക് വന്നിട്ടുള്ള മാറ്റം അകത്തു നിന്നാണ്. അത് ഏതെങ്കിലും ഒരു ചുമരെഴുത്ത് വായിച്ചിട്ടല്ല. ഇത് മാറേണ്ടതുണ്ട് എന്ന് തോന്നിയപ്പോൾ അവർ ആദ്യം മാറ്റിയത് അവരെ തന്നെയാണ്. അത് പുറത്തു നിന്ന് മാറ്റങ്ങൾ കണ്ടിട്ട് പിന്നെ നമുക്ക് ലോകം നന്നായിട്ട് ഞാൻ നന്നായിക്കോളാം എന്ന് വിചാരിക്കുന്നവരല്ല എന്നുള്ളത് ഇതിലേറ്റവും പോസിറ്റീവായിട്ടുള്ള ചേഞ്ചാണ്. ഏറ്റവും ചെറിയ ഉദാഹരണം, നമ്മൾ ഈ തരം ടാൻഡ്രംസും മറ്റു കാണിക്കുന്ന എല്ലാ സിനിമാക്കാരെയും നമുക്ക് കുഴപ്പമില്ല, അത് ആണുങ്ങളാണെങ്കിൽ. അയാൾക്ക് ചില നിഷ്കർഷകളുണ്ട് എന്നാണ് പറയുക. ഹീറോയിൻ ആയിരിക്കുന്ന ഒരു സ്ത്രീ എനിക്ക് ആപ്പിൾ ജ്യൂസ് വേണം എന്ന് പറഞ്ഞ്
അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് പുസ്തകം വായിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അവർ അത്രയും പരിഹാസ്യമാവുന്നത്? ക്യാമ്പസിൻ്റെ രാഷ്ട്രീയം പറഞ്ഞു. ഞാനൊരു കോളേജിൻ്റെ പ്രിൻസിപ്പളാണ്. എനിക്കറിയാം ഒരു സ്ത്രീ പ്രിൻസിപ്പൾ ആയിരിക്കുമ്പം അവർ നേരത്തെ ആങ്കർ ഇസ് നോട്ട് കൺസിഡർഡ് ഫെമിനിൻ നേരത്തെ പറഞ്ഞു. ഒരു സ്ത്രീ കൃത്യമായിട്ട് എന്തുകൊണ്ട് നിങ്ങൾ സമയം തെറ്റി വരുന്നു, ഇന്ന് ബുദ്ധിമുട്ടില്ല പഞ്ച് ചെയ്യാം, നേരത്തെ എന്തുകൊണ്ട് സമയം തെറ്റി വരുന്നു എന്ന് ചോദിക്കുന്ന പ്രിൻസിപ്പളിൻ്റെ ദാമ്പത്യ പ്രശ്നമാണ് അതൊരു സ്ത്രീയാണെങ്കിൽ. ആണുങ്ങളാണെങ്കിൽ ഇയാൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പളാണെന്ന് പറയും. സ്ത്രീക്ക് അതേ അധികാര പദവിയിൽ ഇരിക്കുമ്പം ഒന്നുകൂടെ വിനയം കളിക്കേണ്ടതുണ്ട്. വി ഹാവ് ഗോട്ട് ടു പെർഫോം. അവർക്ക് പെർഫോം ചെയ്യണം. എന്താ, ഞാൻ ആംഗ്രി അല്ല, റേജ് എനിക്ക് എഫോർഡ് ചെയ്യാൻ പറ്റില്ല, പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാവരോടും ഒബ്ലൈജിങ് ആണ്, കാരണം ബിക്കോസ് അൾട്ടിമേറ്റ്ലി ഐ എം എ വുമൺ. ഈ പറഞ്ഞ റോളുകൾ കളിച്ച് തന്നെയാണ് ഓരോ സ്ത്രീയും നിന്ന് പിഴയ്ക്കുന്നത്. ഇല്ലെങ്കിൽ അവരുടെ മേലെ ഒരു സ്റ്റിഗ്മ ഉണ്ട്, ചീത്തപ്പേരുണ്ട്. ഈ പറഞ്ഞതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞ സോഷ്യൽ ഫാബ്രിക് ഡെമോക്രാറ്റിക് ആവാതെ നമുക്ക് അധികാര പദവികളെ പറ്റി സംസാരിക്കാൻ പറ്റില്ല. സിനിമകൾ ഇതുപോലെ നടന്നു പോവും, ക്യാമ്പസുകൾ ഇതുപോലെ തന്നെ പോവും. ഈ പറഞ്ഞതൊക്കെ സോണിയ, ഞാൻ ഈ 2 ബിൽഡിങ്ങും കണ്ടുകൊണ്ടാണ് പറയുന്നത്. സോണിയ വന്ന് മാറിയ ക്യാമ്പസ് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ ഈ തിരുശേഷിപ്പ് ഉണ്ടല്ലോ, ഈ തിരുശേഷിപ്പ് നമ്മൾ ഓരോരുത്തരും അകത്ത് കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഡെമോക്രസി എന്ന് പറയുന്നത് നമുക്ക് ദൂരെയുള്ള ഒരു വാക്കായിട്ട് ഇപ്പോഴും ഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിരാശയെങ്കിലും തോന്നാത്തവരെ സൂക്ഷിക്കുക എന്ന് ഞാനും അത് അംഗീകരിക്കുന്ന ഒരാളാണ്. അണധികാരത്തിൻ്റെ ദുർഗന്ധം വമിക്കുന്ന ആ കെട്ടിടത്തെ ഞാനും കാണുന്നുണ്ട്. എങ്കിലും ഏത് PT കുഞ്ഞു മുഹമ്മദിൻ്റെയും ചെകിട്ടത്തടിക്കാൻ തയ്യാറുള്ള ഒരു വിഭാഗത്തെ ഞാൻ കാണുന്നു, അവരെ അഭിവാദ്യം ചെയ്യുന്നു. അതിനൊപ്പം നിൽക്കാൻ തയ്യാറുള്ള ഒരു പറ്റം ആളുകൾ ഉണ്ടാകും എന്ന ശുഭപ്രതീക്ഷ എനിക്കുണ്ട്. ഒരു 5 മിനിറ്റ് നിങ്ങൾക്കായി മൈക്ക് കൈമാറുന്നു. നമുക്ക് കുറഞ്ഞ സമയമേ ഉള്ളൂ, ഇവരോട് ചോദിക്കാം. എൻ്റെ ചോദ്യം ദീദി മാഡത്തോടാണ്. മാഡത്തിൻ്റെ ഇൻ്റർവ്യൂവും അതുപോലെ തന്നെ എംപ്റ്റി സ്പേസ് എന്ന് പറയുന്ന പുസ്തകവും വായിച്ചിട്ടുണ്ട്, ഇൻ്റർവ്യൂ കണ്ടിട്ടുമുണ്ട്. അത്തരത്തിൽ ഒരു പുസ്തകം ഇറങ്ങിയതിന് ശേഷം, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ഒരു പാട്രിയാർക്കി സമൂഹം അദൃശ്യരാക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് സ്ത്രീ ജീവിതങ്ങളിൽ ഒരു ജീവിതത്തെ എടുത്തു കാണിക്കുന്നതിനോടൊപ്പം, അല്ലെങ്കിൽ അതിനെ കാണിച്ചതിനെ തുടർന്ന് താങ്കൾക്കുണ്ടായിട്ടുള്ള നിരവധിയായിട്ടുള്ള വിമർശനങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തി അധിക്ഷേപത്തിലേക്ക് വരെ നീങ്ങിയേക്കാവുന്ന അല്ലെങ്കിൽ നീങ്ങിയിട്ടുള്ള കാര്യങ്ങളെ അതിൽ സ്ത്രീകൾ പോലും ആ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളത്, ലബ്ധപ്രതിഷ്ഠിതമായ അല്ലെങ്കിൽ സാഹിത്യത്തിൽ ലബ്ധപ്രതിഷ്ഠിതനായിട്ടുള്ള ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആ വ്യക്തിയെ ചൂണ്ടിക്കാണിക്കുന്നതിനപ്പുറം ആ സ്ത്രീയെ അദൃശ്യരാക്കപ്പെട്ട ആ സ്ത്രീയെ അടയാളപ്പെടുത്തുന്ന സമയത്ത് സ്ത്രീകൾ തന്നെ അതിനെതിരെ വന്ന് തിരിയുന്ന ഈ ഒരു സന്ദർഭത്തെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? അതുപോലെ തന്നെ ഇത്തരത്തിലുള്ളൊരു പുസ്തകം പുറത്തിറങ്ങിയതിന് ശേഷം അതിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു പോസിറ്റീവ് വശങ്ങളെ താങ്കൾ എങ്ങനെയാണ്, വശങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ആ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പുസ്തകത്തിനെ പറ്റി ഒന്നും സംസാരിക്കേണ്ടെന്ന് വിചാരിച്ചായിരുന്നു, ചോദിച്ചുകൊണ്ട് പറയാം. ഗൈനോക്രിറ്റിസിസം ഈ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഷയമായിട്ട് ചുരുങ്ങരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ജീവിതത്തിൽ ഇതെപ്പോഴും ക്ലാസ് റൂമിന്റെ പുറത്തേക്ക് ഈ നമ്മൾ പറഞ്ഞതും പഠിപ്പിച്ചതും ഒക്കെ കൊണ്ടുപോകാതിരിക്കുക. എനിക്ക് പഠിപ്പിക്കുമ്പോൾ എപ്പോഴും പഠിപ്പിക്കാന്നുള്ള വാക്ക് പോലും എനിക്ക് ബുദ്ധിമുട്ടുള്ള വാക്കാണ്. നമ്മൾ ഡെമോക്രാറ്റിക് സ്പേസിനെ പറ്റി പറയുമ്പോൾ ഞാനൊരു ഹൈറ്റും പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് ക്ലാസ് എടുക്കാറില്ല. ചുറ്റും ഞാൻ പഠിപ്പിച്ച കുട്ടികളോട് ചോദിച്ചറിയാം, എല്ലാവരും ചുറ്റും ഒരേ ഹൈറ്റ്
ഹൈറ്റിലിരുന്ന് വട്ടത്തിലിരുന്ന് നടക്കുന്ന ചർച്ചകളായിട്ടാണ് ക്ലാസ് പോകാറുള്ളൂ. അതിൽ ഗൈനക്കോളജിസം പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് എങ്കിൽ ഈ ഇരുട്ടത്ത് മാറ്റിവെക്കപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ അവരുടെ എക്സ്പ്രഷൻസ് ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക, അത് പുറത്ത് വെളിച്ചത്തിൽ കൊണ്ടുവരിക എന്നാണ്. ഈ പേര് വിക്കിപീഡിയയിൽ പോലും കാണാത്ത ഒരു പേരായിരുന്നു പ്രമീള നായർ എന്നൊരു പേര്. അവര് എഴുത്തുകാരിയായിരുന്നു, അവര് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു. ഇപ്പം ഈ ആൾക്കാരൊക്കെ പറയുന്ന കേട്ടു അവർ വളരെ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാഹിത്യമാണ് എഴുതിയത്. ഇംഗ്ലീഷ് സത്യത്തിൽ അവർക്ക് അറിഞ്ഞൂടായിരുന്നു, ഇംഗ്ലീഷ് പഠിപ്പിച്ചു. അതൊക്കെ സഹായിച്ചത് അവരുടെ ഭർത്താവ് തന്നെയായിരുന്നു എന്നൊക്കെ പോലത്തെ ഫെസ്റ്റിവലിൽ ഇരുന്നിട്ട് ആൾക്കാർ പറയുന്ന കേട്ടു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ എന്റെ തിരിച്ചറിവ്, നിങ്ങൾ സംസാരിക്കുന്ന ഫുട്ബോൾ നിയമങ്ങളെ പറ്റിയാണ്, ഞങ്ങൾ കളിക്കുന്നതോ ബാസ്കറ്റ് ബോളാണ്. ആ വ്യത്യാസം ഗൈനോക്രിറ്റിസിസവും ഫാലോസെൻട്രിസിസവും തമ്മിൽ ഉണ്ട്. ഞാൻ സംസാരിച്ചത് ഒരു സ്ത്രീയുടെ എക്സ്പ്രഷനെ പറ്റിയാണ്. അത് അവര് പറയുന്ന മാനദണ്ഡങ്ങൾ വെച്ച് ലോകോത്തര സാഹിത്യത്തിലല്ല എന്ന് പറഞ്ഞാൽ അവര് കളിച്ചത് വേറെ കളി നിയമങ്ങൾ വെച്ചാണ്. അവര് കാലുകൊണ്ട് പന്ത് തട്ടിയിട്ടില്ല, തട്ടുകയുമില്ല. കാരണം അവരുടെ കളി നിയമങ്ങൾ തീർത്തും വേറെയാണ്. ഇവിടെ സംസാരിച്ചത്, ഈ പുസ്തകത്തിനെതിരെ സംസാരിച്ചതൊക്കെ ഞാൻ കാര്യമായിട്ട് എടുത്തു. കാരണം ക്രിറ്റിസിസം നമ്മൾ അസഹിഷ്ണുത പാടില്ല. പക്ഷെ അതിൽ മുഴുവൻ ഞാൻ കണ്ടത് എല്ലാവരുടെ ഉള്ളിലും തികട്ടി വരുന്ന ഈ പാട്രിയാർക്കൽ, നേരത്തെ പറഞ്ഞ തിരിശേഷിപ്പുണ്ടല്ലോ, അത് മാത്രമാണ്. അതല്ലാത്ത എന്തെങ്കിലും ഒരു ക്രിറ്റിസിസം ഞാൻ കണ്ടില്ല. പിന്നെ ഞാനൊരു ടോൾ ക്ലെയിമും വെച്ചിട്ടില്ല. ഞാൻ പ്രമീള നായരുടെ A to Z കാര്യങ്ങൾ അറിയാൻ ഞാൻ അവരുടെ ബയോഗ്രഫി അല്ല എഴുതിയത്. അവരെ ഞാൻ പറഞ്ഞത് എന്റെ ഓർമ്മക്കുറിപ്പാണ്. പുസ്തകത്തിന് മേലെ മെമ്മോർ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്റെ ഓർമ്മയിലുള്ള ഒരു സ്ത്രീ, അവരുടെ എഴുത്തുകൾ, എന്റെ കയ്യിൽ കിട്ടിയ എഴുത്തുകളെ പറ്റി പരാമർശിച്ചുകൊണ്ട് ഇവരെന്തുകൊണ്ട് കാണാതായി എന്ന് പറഞ്ഞാൽ സോണിയ പറഞ്ഞത് തന്നെയാണ്, പേഴ്സണൽ തന്നെയാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യം, അവരുടെ ദാമ്പത്യമാണ് അവരുടെ എക്സ്പ്രഷനെതിരായി നിന്നത് എങ്കിൽ അതിനെപ്പറ്റി പരാമർശിക്കാതെ പറ്റില്ല. അത് ഏത് കുലപതിയാണെങ്കിലും. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ എല്ലാ കൃതികളിലും ഇവരുടെ നിഴൽ കാണാറുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. കാരണം എന്റെ അസുഖകാലത്ത് എന്നോട് ഡോക്ടർ പറഞ്ഞിരുന്നത്, വിരോധമുള്ള ഒരാളോട് വിരോധം മനസ്സിൽ വെക്കാതിരിക്കാൻ പെട്ടെന്ന് അയാൾ ഒരു കഥാപാത്രമായിട്ട് എഴുതിയിട്ട് വെടിവെച്ച് കൊല്ലേ, എങ്ങനെയെങ്കിലും ചെയ്ത് കൊന്നേക്കാൻ. അല്ലാതെ ആ വൈരാഗ്യവും കൊണ്ട് നടക്കുന്നത് എനിക്ക് ആരോഗ്യത്തിന് പോലും നല്ലതായിരുന്നു. പോലെയാണ് ജീവിതത്തിൽ തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു സ്ത്രീയെ സിനിമയിൽ നിരന്തരം തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ അവരുടെ മാനറിസങ്ങൾ, നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള സ്ത്രീകൾ മുഴുവനും സോഫിസ്റ്റിക്കേറ്റഡും സോ മച്ച് ലൈക്ക് പ്രമീള നായർ ആയിരുന്നു. അത് പറഞ്ഞതിന് ഇവിടെ ആർക്കെങ്കിലും ഈ പറഞ്ഞ എന്നെ തെറി വിളിച്ചത് ഇത് സബ്സ്റ്റാൻഡേർഡ് ആണ്, ഇതിന് മെത്തഡോളജി തെറ്റാണ് എന്ന് പറഞ്ഞവരൊക്കെ അത് വിളിച്ചില്ല എങ്കിൽ ഞാൻ കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ ധരിക്കണമായിരുന്നു. അത് കൃത്യമായിട്ട് കൊള്ളുകയും അവരുടെ ഉള്ളിലുള്ള പാട്രിയാർക്കൽ, നേരത്തെ പറഞ്ഞ ബാക്കി പത്രങ്ങളുണ്ടല്ലോ, അതെല്ലാം പുറത്തേക്ക് വരികയുമാണ് ഇപ്പൊ ചെയ്തത്. അതിൽ സ്ത്രീ പുരുഷൻ എന്ന വ്യത്യാസമില്ല. Whoever subscribe to patriarchy അവരാണ് സംസാരിച്ചത്. അവരെ വാല്യൂ സിസ്റ്റത്തിന്റെ സബ്സ്ക്രൈബേഴ്സ് ആണ്, ഏജന്റുമാരാണ്. അത് സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ള വ്യത്യാസം ഞാൻ കാണുന്നേ ഇല്ല. അതിനോട് ചേർത്ത് വെച്ച് ഞാൻ ദീദിയോട് തന്നെ, ഈ ബാഷ്പീകൃതയായ ആറാം വിരൽ എന്നുള്ള ഭാഗമാണ് ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഗൈനോ ക്രിറ്റിസിസത്തിന്റെ വളരെ മലയാളത്തിൽ ഏറ്റവും മികച്ച ഗൈനോ ക്രിറ്റിസിസത്തിന്റെ മാതൃകയിൽ പിറന്ന ഒരു വാക്കാണ്. ഒരുപക്ഷെ പ്രമീള നായർ എന്ന എഴുത്തുകാരിയെ കുറിച്ച് ഒരു പുസ്തകം കൂടി ഉണ്ടാകുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അസംഖ്യം ഉണ്ടാവുമെന്ന് തോന്നുന്നു. കാരണം ഇപ്പം മുതൽ എല്ലാവരും പ്രമീള നായർ എഴുതിയ പുസ്തകങ്ങൾ അന്വേഷിച്ചു നടക്കാൻ തുടങ്ങി. അതിന്റെ റീപബ്ലിക്കേഷൻ എവിടെ ഉണ്ടാവും എന്ന് അറിയാം. ഇപ്പോൾ കുറെ ആൾക്കാർ ചോദിച്ചു, ഇവര് പിന്നീട് എന്താ എഴുതാതിരുന്നത് എന്ന് ചോദിച്ചു. ഡിവോഴ്സ് കഴിഞ്ഞാൽ എഴുതാൻ പറ്റില്ല. ഈ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അത് അത്ര സാഹസികമായിട്ടും ബുദ്ധിമുട്ടിയും മാത്രം പുറത്തിറങ്ങിയ ഒരു പുസ്തകമാണ്. അതുകൊണ്ട് പ്രമീള നായർ എന്ന് പറയുന്ന ഒരു ഒറ്റയാൾ പട്ടാളത്തിന് ഒരിക്കലും അവരുണ്ടായിരുന്ന കാലത്ത് എഴുതാൻ പറ്റിയിരുന്നില്ല. പിന്നെ പബ്ലിഷ് ചെയ്യാത്തതായിട്ടുള്ള കുറച്ച് പുസ്തകങ്ങൾ കൂടെ അവരുടെ കയ്യിലുണ്ട്. ഒരു കളക്ഷൻ ഉണ്ട്, പോയിട്രി. അതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തിരിച്ചെടുക്കാവുന്നതാണ്. ഇന്ന് എൻ്റെ കയ്യിൽ പ്രമീള നായർ എഴുതിയിട്ടുള്ള ഓൾമോസ്റ്റ് ഒരുവിധം കാര്യങ്ങൾ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്.
ഞാനായിട്ട് അതിനൊരു രണ്ടാം ഭാഗം എഴുതുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഏറ്റെടുക്കേണ്ട നമ്മളൊരു തുറന്നു കൊടുക്കലായിരുന്നു. അത് ആർക്ക് വേണമെങ്കിലും ഏറ്റെടുക്കാം. എൻ്റെ പ്രിസിഷനെ പറ്റിയൊക്കെ കമൻറ്റ് പറയുകയും ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുകയും ചെയ്ത പ്രൊഫസർമാരോ സ്കോളേഴ്സോ എന്താണ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് വിശദീകരിച്ച് തന്ന ആൾക്കാർക്കോ ആർക്ക് വേണമെങ്കിലും ആ ദൗത്യം ഏറ്റെടുക്കാവുന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും നമുക്ക് സമയം വളരെ കുറവാണ്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇനിയും ധാരാളം ചോദ്യങ്ങൾ ഉണ്ടാകും. നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ഇനി ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണം എന്നുണ്ടെങ്കിൽ സമയത്തിന്റെ ഇതുകൊണ്ടാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് ചോദിക്കാൻ പ്രതികരണം ഈക്വാലിറ്റീൻ്റെ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചോദിക്കുന്നത്. ഇപ്പം കാലങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഈ പെൺകുട്ടികളുടെ പേരിന്റെ കൂടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ പേരിന്റെ കൂടെ അച്ഛന്റെ അല്ലെങ്കിൽ ഭർത്താവിന്റെ പേര് വെക്കുന്നത്. ഫോർ എക്സാമ്പിൾ ദീദി ദാമോദരൻ എന്ന് പറയുന്ന മാമിന്റെ ഹസ്ബൻഡോ അല്ലെങ്കിൽ പാരന്റോ ആയിരിക്കാം. അപ്പൊ ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാലത്ത് അല്ലെങ്കിൽ ഈ ഒരു അത്രയും മാറി ജനറേഷൻ ബേസ് ആയിട്ട് അത്രയും മാറി എന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ പോലും ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്തു വരികയാണ്. അതിനെപ്പറ്റി എന്താണ് പറയാൻ? ഞാൻ അതിൻ്റെ അച്ഛൻ്റെ പേരാണ്. ഞാൻ ഏറ്റവും കൂടുതൽ നേരിട്ടിട്ടുള്ള ഒരു ചോദ്യം അതാണ്. ഞാൻ എഴുതുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ ആ പേര് ഒഴിവാക്കിക്കൊണ്ടാണ് എഴുതുക. അഭിമാനത്തിന് കുറവൊന്നുമില്ല, പേര് കൂടെ ഉള്ളതുകൊണ്ട് വലിയ ദോഷമൊന്നും മൂപ്പരുണ്ടാക്കിയിട്ടില്ല. എന്നാലും അത് ഐഡിയോളജിക്കലി റോങ് ആണ് എന്നറിയാം. ഇതിൻ്റെ ഉത്തരം നമ്മൾ സെക്കൻഡ് വേവ് ഫെമിനിസത്തിൽ പറഞ്ഞ് ഞാൻ ഇതിൻ്റെ പേര് ഞാൻ മാറ്റാമെന്നും ഞാൻ ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ട് ദാമോദരൻ ഒഴിവാക്കാമെന്നും ഒക്കെ ഞാൻ ആലോചിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം ഐ റിയലി ഡോണ്ട് കെയർ. നിങ്ങൾക്ക് അതിൻ്റെ പേരിൽ ഞാൻ പാട്രിയാർക്കൽ വാല്യൂ സിസ്റ്റത്തിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് എന്ന് തോന്നുന്നുവെങ്കിൽ പ്ലീസ് ഗോ ഹെഡ് എന്നാണ് ഇപ്പം ഞാൻ ആൾക്കാരോട് പറയാറുള്ളത്. കാരണം എനിക്ക് ഈ അച്ഛൻ്റെ പേര് അതിൻ്റെ അകത്ത് നിന്ന് കിടക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുമ്പോൾ തന്നെ ജാതിവാല് മുറിക്കുന്ന പോലെ തന്നെ ഞാൻ മുറിച്ച് കളഞ്ഞ പേരാണ് ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ട് മുറിച്ച് കളഞ്ഞിട്ടില്ല എന്ന് മാത്രം. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ആ പേര് ഒഴിവാക്കിക്കൊണ്ടാണ് എഴുതാറുള്ളത്. വലിയ ഭാരമാണ്, പാട്രിയാർക്കൽ ഭാരം ചുമന്നുകൊണ്ട് തന്നെ അതിൻ്റെ കുറ്റബോധത്തോടെ തന്നെ എൻ്റെ എന്താ പറയുക ഒരു ദുഷിപ്പ് പേറിക്കൊണ്ട് തന്നെയാണ് ആ പേരെൻ്റെ കൂടെ നിൽക്കുന്നത്. അത് ഒഴിവാക്കേണ്ട സമയം ഹൈറ്റമായി. പക്ഷെ ഞാൻ പറഞ്ഞ മൂന്നാമത്തേതിൽ ഓരോന്നിനും ഞാൻ മറുപടി പറയേണ്ടതില്ല. നിങ്ങൾക്ക് അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെ കരുതിക്കോളൂ. എനിക്ക് ഇനിയും കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്ന മട്ടിലാണ് ഇപ്പോൾ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മറുപടിയാണ് വളരെ പ്രധാനപ്പെട്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദീദി എന്നുള്ള പേര് പല തലങ്ങളിൽ പരിചയപ്പെട്ടു കഴിഞ്ഞു. കാരണം ഹേമ കമ്മീഷൻ വന്ന സമയത്തൊക്കെ നിങ്ങൾ ഒരുപാട് ചർച്ച കേട്ടിട്ടുണ്ടാകും. പല തലങ്ങളിൽ നിന്നുകൊണ്ട് നമുക്ക് ദീദി എന്ന ആക്ടിവിസ്റ്റിനെ, ദീദി എന്ന എഴുത്തുകാരിയെ ഒക്കെ നമുക്ക് ആ ചോദ്യം പ്രസക്തമല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. മറിച്ച് ദീദി അത് വേറെ രീതിയിൽ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അവസാനം പറഞ്ഞതുപോലെ ദൈനംദിന ജീവിതത്തിൽ നമ്മളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പോരാട്ടം, അത് വളരെ പ്രധാനമാണ്. ദീദിക്കോ ആബിദയ്ക്കോ എനിക്കോ ഇതൊന്നും ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ല. ഈ മൈക്ക് വെച്ച് താഴെ ഇറങ്ങുന്നതോടുകൂടി ആരംഭിക്കുന്നു. നമ്മളൊരു വിഷയം പഠിപ്പിച്ചിറങ്ങുമ്പോൾ ആ വിഷയം അവിടെ ഉപേക്ഷിച്ച് ചിലപ്പോൾ പോരാ, ബയോളജിയോ കെമിസ്ട്രിയോ ഒക്കെ. പക്ഷെ ഒരിക്കലും ഈ വിഷയം നമുക്ക് ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ കഴിയുകയില്ല. നമ്മളുടെ കൂടെ പോകുന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ ഞാനിവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ സോണിയ ടീച്ചർ എന്ത് ചെയ്യുന്നു, എന്ത് പറയുന്നു, നിങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കും. ടീച്ചർ സ്റ്റേജിൽ ഇരുന്ന് പറഞ്ഞത് തന്നെയാണോ? അല്ല, മുള്ള് ഇലയിൽ വീണാലും ഇല മുള്ളിൽ വീണാലും എന്ന് നിങ്ങളെ ഉപദേശിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനമാണ് ജീവിതത്തിൽ. ആ ഒരു തിരിച്ചറിവോടുകൂടി തന്നെയാണ് ഈ കസേല വലിച്ചിട്ട് ഇവിടെ ഇരിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.